മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സോളിഡ്സ് എന്ന ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഫിഗറിൽ നോക്കാം. ഈ ഫിഗർ നോക്കും, ഒരു ഹെമിസ്ഫിയറിന്റെ മുകളിൽ ഒരു കോൺ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഫൈൻഡ് ഔട്ട് TSA ഓഫ് ദ സോളിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഹെമിസ്ഫിയറിന്റെ ഫ്ലാറ്റായ ഫേസിൽ ഒരു കോൺ ഫിക്സ് ചെയ്തിരിക്കുന്നു. Find the TSA of the cone. TSA of the solid. TSA of the solid. Another question. TSA of the solid. ഒരു ഹെമിസ്ഫിയറിന്റെ ഫ്ലാറ്റ് ഫേസിൽ ഒരു കോൺ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതിന് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഗിവൺ. ഹൈറ്റ് h is equal to 12 centimeter. അത് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ കോൺ തന്നിട്ടുണ്ട്. ആൻഡ് ഇത് സ്ലാന്റ് ഹൈറ്റ് ആണ്. 13 ന് തന്നിട്ടുണ്ട്. സ്ലാന്റ് ഹൈറ്റ് L is equal to 13 centimeter. അപ്പോൾ ആദ്യം നമുക്ക് റേഡിയസ് കാണാം. റേഡിയസ് ഓഫ് ദി ഹെമിസ്ഫിയർ ആൻഡ് റേഡിയസ് ഓഫ് ദ കോൺ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ദി കോൺ is equal to 13 square minus 12 square is equal to root of 169 minus 144 is equal to 25 is equal to our radius of the cone. Cone ന്റെ റേഡിയസും ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് സെയിം ആണ്. അപ്പോൾ റേഡിയസ് എത്രയാണ്? 5 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ TSA എങ്ങനെയാണ്? TSA of the solid, അതായത് TSA of the solid is equal to TSA of the cone plus LSA of the cone plus CSA of the hemisphere. അപ്പോൾ കോണിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ ആണ് CSA of cone. CSA of cone is equal to, അപ്പോൾ നമുക്ക് R is equal to 5 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. R is equal to 5 centimeter. The CSA of the cone is equal to, in the formula CSA of the cone pi r l ആണ്. Pi r l that is equal to pi into radius 5 into l 330 65 centimeter square. 65 centimeter square. ഇനി CSA of hemisphere. CSA of hemisphere. CSA of hemisphere ആണ് ഫോർമുല 2 pi r square. CSA of hemisphere 2 pi r square is equal to 2 into pi into pi square is equal to 25 into 2 55 centimeter square. Therefore TSA of the solid is equal to, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 65 pi plus 50 pi എത്ര വരും? ഇനി നമ്മൾ 65 ഉം 50 കൂടി ആഡ് ചെയ്തിട്ട് പൈ ചേർത്താൽ മതി. 115 പൈ സെന്റിമീറ്റർ സ്ക്വയർ വരും. അപ്പോൾ CSA ഓഫ് ദി കോൺ കാണാം, പൈ ആർ വെച്ചത്. ഇത് കാണാം കർവ് സർഫേസ് ഏരിയ ഓഫ് ദി ഹെമിസ്ഫിയർ, അത് 2 pi r square ആണ് ഫോർമുല. 50 pi എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ 115 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. Radius and height of a cone are 12 centimeters and 6 centimeters.
and height of a cone are 12 centimeters and 6 centimeters respectively. What is its volume? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കോണിന്റെ എന്തൊക്കെ തന്നിട്ട് radius and height of a cone are 12 centimeter and 6 centimeter. The radius 12 എന്നും height 6 എന്നും തന്നിട്ടുണ്ട്. Radius is 12 centimeter and height is 6 centimeter. What is its volume? Volume ആണ് ഫോർമുല എന്താ പോണ്ടേ? Volume of cone. Volume of cone is equal to 1/3 pi r square h. 1/3 pi r square h is equal to 1/3 into pi into 12 square into 6. Radius 12 ആണ്, r 12 ആണ്, height 6 ആണ്, which is equal to 6 centimeter. Radius is equal to 12 centimeter. ഇത് രണ്ടും തന്നിട്ടുണ്ട്. കോണിന്റെ വോളിയം കാണാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/3 pi r square h is equal to 3 6 ൽ 2 ടൈം ക്യാൻസൽ ചെയ്യാം, ബാക്കി pi into 112 സ്ക്വയർ 144 into 2 288 pi centimeter cube വരും. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വോളിയം ഓഫ് ദി കോൺ ആണ് ക്വസ്റ്റ്യൻ. ഇനി if this cone is cut parallel to this base, ഇതിന്റെ ബേസിനെ പാരലൽ ആയിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. Parallel, the cone is cut parallel to its base along the midpoint of its height. Height ന്റെ midpoint വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ചെറിയൊരു കോണായി മാറും. ഇത് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈറ്റ്, ഈ ചെറിയ കോണിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഈ വലിയ കോണിനെ മിഡ് പോയിന്റ് വെച്ചിട്ട് ബേസിന് പാരലൽ ആയിട്ട് ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സ്മാൾ കോൺ ഒബ്റ്റെയിൻഡ്? ഈ ചെറിയ കോണിന്റെ വാട്ട് ഈസ് ദ റേഡിയസ്? അപ്പോൾ ഇത് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 3, ഇത് 3 ആയിട്ട് മുറിയും. ഈ ഹൈറ്റ് 3 ആയിരിക്കും. അപ്പോൾ ഇത് 3 സെന്റിമീറ്റർ ആണ്. ഈ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. റേഡിയസ് എന്തായിരിക്കും? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സ്മാൾ കോൺ ഒബ്റ്റെയിൻഡ് ആണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റേഡിയസ്? എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ഈ ഫിഗർ, ഈ ട്രയാങ്കിൾ ഇതിന് എ ബി സി എന്ന് പേര് കൊടുക്കാം. എ ബി സി, ഈ പോയിന്റ് ഡി എന്ന്, ഈ പോയിന്റ് ഇ എന്ന് പേര് കൊടുക്കുക. അപ്പോൾ എ ബി സി എന്ന ട്രയാങ്കിളില് ഇത് 12 ആണ്, ഇത് 6 ആണ്. ഇനി ഈ ചെറിയ ട്രയാങ്കിൾ എ ഡി ഇ, ഈ ട്രയാങ്കിൾ ആണ്. എ ഡി എന്നുള്ള ഈ ട്രയാങ്കിളില് ഇത് 3 എന്നറിയാം. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണ്. എന്തൊക്കെ കാരണം? സിമിലർ ട്രയാങ്കിൾ, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ 90 ആണ്. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ സിമിലർ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. എന്താ പ്രോപ്പർട്ടി സിമിലർ ട്രയാങ്കിളിന്റെ? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ എന്നുള്ള ഇത് ഉപയോഗിക്കുക. അപ്പോൾ എന്ത് വരും? AB by AD is equal to BC by DE. ഈ രണ്ട് ട്രയാങ്കിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ ആംഗിൾ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. സിമിലർ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. അപ്പോൾ AB ആംഗിൾ എന്താണ്? AB ബൈ, അപ്പോൾ AD ന് താഴെ വരും. AD ഈസ് ഈക്വൽ ടു ഈ ആംഗിൾ എന്താണ്? BC ബൈ, അപ്പോൾ ഈ ആംഗിൾ എന്താണ്? DE ഇവിടെ എഴുതുക. ഇവിടെ DE ആണ് റേഡിയസ്.
ഡി ആണ് കാണാൻ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഡി ആണ് ഈ ചെറിയ കോണിന്റെ റേഡിയസ്. അപ്പൊ അത് കാണണം. അപ്പൊ എന്ത് വരും? എ ബി 6 by AD 3 is equal to BC 12 by D. D ആണ് കാണുന്നത്. D ആണ് ഇവിടെ ചെറിയ കോണിന്റെ റേഡിയസ് D ആണ് വരുന്നത്. അപ്പോൾ D കാണണം. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 into D 6DE is equal to 3 into 12 എത്ര വരും? 36 എന്ന് വരും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. DE into 6 6DE is equal to 12 36 DE is equal to 36 by 6. So DE is equal to 6 centimeter. 36 അപ്പോൾ ചെറിയ കോണിന്റെ റേഡിയസ് എത്ര വരും? 6 വരും. Radius of the small cone is equal to 6 centimeter. Radius of the small cone 6 centimeter. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ നമുക്ക് ചെറിയ കോണിന്റെ റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് ദ സ്മോൾ കോൺ ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പോൾ ഈ കോണിന്റെ റേഡിയസ് 6 ആണ്. Radius of the small cone is equal to 6 centimeter. Question ഇതാണ്. What is the volume of the small cone? ചെറിയ കോണിന്റെ വോളിയം എത്രയാണ്? Volume of small cone. Volume of small cone is equal to 1 by 3 pi r square h is equal to 1 by 3 into pi into ഇതിന്റെ റേഡിയസ് എത്രയാണ്? 6 ആണ്. r square into ഇതിന്റെ ഹൈറ്റ് 3 ആണ്. അപ്പോൾ ഇവിടെ 3 വെട്ടി പോകും. അപ്പോൾ എത്ര വരും? 6 സ്ക്വയർ 36 pi സെന്റിമീറ്റർ ക്യൂബ് വരും. വോളിയം ഓഫ് ദി സ്മോൾ കോൺ ഈസ് ഈക്വൽ ടു 36 pi സെന്റിമീറ്റർ ക്യൂബ് വരും. അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. Find the ratio of the volume of the small cone and the first cone. ആദ്യം ഉണ്ടായിരുന്ന കോണിന്റെ വോളിയം നമുക്ക് 288 പൈ കിട്ടിയില്ലേ? അപ്പോൾ റേഷ്യോ ഓഫ് വോളിയംസ് is equal to pi 288 pi is to 36 pi. എത്ര വരും? 288 is to 36 എത്ര വരും? ഇതിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തോ കേട്ടോ. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 4 28 24 8 72 പൈ ഈസ് ടു ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 പൈ എന്ന് വരും. 36. ഇനി ഇതിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 8 72 8 പൈ ഈസ് ടു 1 പൈ എന്ന് വരും. ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ 9 കൊണ്ട്. അപ്പോൾ പൈ വെട്ടിക്കളയാം. 8 is to 1. Ratio of volume of the larger cone and smaller cone. ഈ വലിയ കോണും ചെറിയ കോണും തമ്മിലുള്ള വോളിയംസ് തമ്മിലുള്ള റേഷ്യോ ആണ് എത്ര വരും? 8 is to 1. ഇനി നേരെ തിരിച്ച് ചെറിയതും വലുതുമാണെങ്കിൽ ഇതിന് തിരിച്ചെഴുതണം 1 is to 8 എന്ന് എഴുതണം. ചെറിയ കോണിന്റെ വോളിയവും വലിയ കോണിന്റെ വോളിയം തമ്മിലുള്ള റേഷ്യോ ആണെങ്കിൽ 1 is to 8 എന്ന് വരും. ഇത് വലിയ കോണിന്റെ വോളിയമാണ്, ഇത് ചെറിയ കോണിന്റെ വോളിയമാണ്. അപ്പോൾ വലിയ കോണിന്റെ വോളിയവും ചെറിയ കോണിന്റെ വോളിയം തമ്മിലുള്ള റേഷ്യോ 8 is to 1 എന്ന് വരും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. നമ്മുടെ സോളിഡ്സിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മാർച്ച് 2023 പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. There are two cylindrical wooden blocks with diameters 60 cm and height 60 cm. ഇതുപോലെ രണ്ട് സിലിണ്ടറിക്കൽ ബ്ലോക്സ് ഉണ്ട്. ഇതിന്റെ ഡയമീറ്റർ 30 ആണ്, ഹൈറ്റും 30 സെന്റിമീറ്റർ ആണ്. There are two cylindrical wooden blocks with diameter 60 cm and height 60 cm. Diameter 60 ആണ്, ഹൈറ്റും 60 cm ആണ്. അപ്പോൾ ഈ സിലിണ്ടറിന്റെ ഇങ്ങനത്തെ രണ്ട് സിലിണ്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ രണ്ട് സിലിണ്ടറിക്കൽ ബ്ലോക്സ് ഉണ്ട്. രണ്ടിന്റെ ഡയമീറ്റർ 60 cm ആണ്, ഹൈറ്റ് 60 cm ആണ്. ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇത് കഴിഞ്ഞ പബ്ലിക് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സിലിണ്ടർ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ചെയ്തതിനു ശേഷം അടുത്ത ക്വസ്റ്റ്യൻ കഴിക്കാം. Volume of the cylinder. Volume of cylinder. എന്താ സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല? സിലിണ്ടറിന്റെ വോളിയം pi r square വെച്ചാണ്. ബേസ് ഏരിയ, ബേസ് സർക്കിൾ ആണ്, സർക്കിളിന്റെ ഏരിയ ഇൻടു ഹൈറ്റ് pi r square വെച്ച് ഈസ് ഈക്വൽ ടു pi ഇൻടു ഡയമീറ്റർ 60 ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് എത്ര വരും? r is equal to 30 cm വരും. അപ്പോൾ 30 സ്ക്വയർ ഇൻടു ഹൈറ്റ് h 60 ആണ്, ഈസ് ഈക്വൽ ടു എത്ര വരും? pi ഇൻടു 30ന്റെ സ്ക്വയർ ഇൻടു 60 എത്ര വരും? 9 into 6 54. പിന്നെ ഈ രണ്ട് 0 0 കിട്ടും. 5 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. 54,005 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് സിലിണ്ടർ എന്നാണ്. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല അത് കട്ടാക്കി വെക്കണം. pi r square വെച്ചാണ്. ഇവിടെ ഡയമീറ്റർ 60 ആണ്, അപ്പോൾ റേഡിയസ് അതിന്റെ പകുതി എടുക്കുക 30. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A largest cone is carved out from the block and a largest sphere in the other. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സിലിണ്ടർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു വലിയ കോണ് വെട്ടിയെടുക്കുന്നു. അതിന്റെ ഫൈൻഡ് ദ വോളിയം ഓഫ് ദി കോൺ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സിലിണ്ടറിൽ നിന്ന് എങ്ങനെ കോൺ ഉണ്ടാക്കുക? ഈ സിലിണ്ടറിൽ നിന്ന് ആദ്യം ഈ സിലിണ്ടറിൽ നിന്ന് ഒരു കോണ് ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ അതിന്റെ വോളിയം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ കോൺ ഉണ്ടാക്കുക? ഇത് ഇങ്ങോട്ട് വരയ്ക്കുക, ഇതിങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് 60 ആണ്, റേഡിയസ് 30 ആണ്. അപ്പോൾ ഇത് ഈ ഭാഗം മാറ്റി കളഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പോൾ സിലിണ്ടറിന്റെ അതേ ഹൈറ്റ് തന്നെ വരിക. ഹൈറ്റ് ഓഫ് ദ കോൺ h is equal to 60 സെന്റിമീറ്റർ എന്ന് വരും. റേഡിയസ് 30 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോൾ വോളിയം ഓഫ് ദി കോൺ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. വോളിയം ഓഫ് കോൺ is equal to 1/3 pi r square h is equal to 1/3 into pi into 30 square into h 60. 30 square into 60. ഈ 3 60 20 തവണ ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്തുണ്ട്? pi into 30ന്റെ സ്ക്വയർ 900 into 20 എത്ര വരും? 9 into 2 18 5 സെന്റിമീറ്റർ ക്യൂബ്. വോളിയം ഓഫ് ദ ക്വാണ്ടിറ്റി. അപ്പോൾ സിലിണ്ടറിൽ നിന്ന് ഒരു കോൺ ഉണ്ടാക്കിയാൽ ഒരു ബ്ലോക്ക് ആണ്. ഇനി രണ്ടാമത്തേന് ഒരു സ്ഫിയർ ഉണ്ടാക്കാണ്. അപ്പോൾ വാട്ട് ഈസ് എന്താണ് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ഫിയറിന്റെ റേഡിയസ് എന്തായിരിക്കും? ഒരു സിലിണ്ടറിൽ നിന്ന് പരമാവധി വലുപ്പമുള്ള ഒരു സ്ഫിയർ ഉണ്ടാക്കാണ്. ഏകദേശം ഇങ്ങനെ തന്നെ ചെത്തി എടുക്കാൻ പറ്റുന്നുണ്ട്.
ഇനി ചെയ്ത് അപ്പോൾ എത്ര വരും? ഇതാണ് ഡയമീറ്റർ വരിക. സ്ഫിയറിന്റെ ഡയമീറ്റർ അതാണ് വരിക. ഇത് 60 ആണ്. അപ്പോൾ റേഡിയസ് എത്ര വരും? റേഡിയസ് ഇതിന്റെ പകുതി വരും. റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഈസ് ഈക്വൽ ടു radius of the sphere is equal to 30 centimeter. 60 പകുതി. ഈ സിലിണ്ടറിക്കൽ ബ്ലോക്ക് എന്ന പരമാവധി വലുപ്പമുള്ള ഒരു സ്ഫിയർ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 60 ആണ്. അപ്പോൾ റേഡിയസ് അതിന്റെ പകുതി 30 വരും. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സ്ഫിയർ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് ദി സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം ആണ്. വോളിയം ഓഫ് സ്ഫിയർ. അപ്പോൾ വോളിയം ഓഫ് ക്വാണ്ടിറ്റി എത്രയാണ്? 8 എത്രയാണ്? വോളിയം ഓഫ് കോൺ എത്രയാണ്? 5 സെന്റിമീറ്റർ ക്യൂബ്. റേഡിയസ് ഓഫ് ദ സ്ഫിയർ 30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ വോളിയം ഓഫ് ദ സ്ഫിയർ ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. വോളിയം ഓഫ് സ്ഫിയർ. വോളിയം ഓഫ് സ്ഫിയർ ഇതാണ് 4/3 pi r cube. ഇതാണ് സ്ഫിയറിന്റെ വോളിയം കാണാൻ ഫോർമുലയാണത് 4/3 pi r cube. ഇവിടെ റേഡിയസിന് 30 എന്ന് വില കൊടുക്കുക. അപ്പോൾ ഇത് വരും ഈക്വൽ ടു 4/3 into 5 into 30 cube is equal to 4/3 into 5 into 30 into 30 into 30 cube നെ 3 ആക്കി എഴുതാം. ഈ 3 30 ലെ 10 ടൈംസ് ക്യാൻസൽ ചെയ്യും. ബാക്കി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയ ആൻസർ ആയി. എത്ര വരും? 4 into 5 into 30 into 30 900 into 10. ഇനി 4 into 9 എത്ര വരും? 36 എഴുതുക. 2 3 0 എഴുതുക. 2 3 5 സെന്റിമീറ്റർ ക്യൂബ്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പം. ഈ 4 9 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2 0 എഴുതുക. ഈ 0 എഴുതുക. 36,005 സെന്റിമീറ്റർ ക്യൂബ് വരും. ഇനി ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് ദി കോൺ ആൻഡ് സ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? സ്ഫിയറിന്റെ വോളിയവും എന്താണ് കോണിന്റെ വോളിയവും സ്ഫിയറിന്റെ വോളിയം തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ റേഷ്യോ ഓഫ് ദി വോളിയംസ് എന്താണ്? റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് കോൺ ആൻഡ് സ്ഫിയർ. കോൺ ആൻഡ് equal to കോണിന്റെ വോളിയം എത്രയാണ്? 18,005 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ 18 5 is to ഇതാണ് റേഷ്യോ. കോണിന്റെ വോളിയം ഇതാണ്, സ്ഫിയറിന്റെ വോളിയം ഇതാണ്. ഇതിനുള്ള റേഷ്യോ എത്ര വരും? ഇവിടെ 5 ക്യാൻസൽ ചെയ്യാം. ഈ 3 0 ക്യാൻസൽ ചെയ്യാം. ബാക്കി രണ്ട് സൈഡും 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1:2 അല്ലേ? 18/18 1:2 വരും. റേഷ്യോ വോളിയംസ് എത്ര വരും? 1:2. അപ്പോൾ ആൻസർ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇങ്ങനത്തെ രണ്ട് സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഹൈറ്റ് 60 എന്നും ഡയമീറ്റർ 30 എന്നും ഉണ്ടായിരുന്നു. ഹൈറ്റ് 60 ഡയമീറ്റർ 30 എന്നായിരുന്നു. അതിന് ആദ്യം ഒരു കോഡ് ഉണ്ടാക്കി അതിന്റെ വോളിയം കാണാൻ പറഞ്ഞു. അപ്പോൾ കോഡിന്റെ വോളിയം ഇത് തന്നെ വരിക. ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നെ വരിക 60 തന്നെ വരിക. റേഡിയസ് 30 വരും. അപ്പോൾ കോഡിന്റെ വോളിയം ഇത് കിട്ടും. ഇനി രണ്ടാമത്തെ സിലിണ്ടറിക്കൽ ബ്ലോക്കിൽ നിന്ന് ഒരു സ്ഫിയർ, പരമാവധി വലുപ്പമുള്ള ഒരു സ്ഫിയർ കട്ട് ചെയ്തെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ഡയമീറ്റർ ഇതാണ്. അപ്പോൾ റേഡിയസ് 30 വരും. അപ്പോൾ വോളിയം ഓഫ് ദ സ്ഫിയർ 4/3 pi ബാറിന്റെ സ്ഥാനത്ത് 30 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്ര ആൻസർ കിട്ടും. അപ്പോൾ റേഷ്യോ ഓഫ് വോളിയംസ് 1:2 എന്ന് ആൻസർ കിട്ടും.
ഇനി കഴിഞ്ഞ വർഷം ഈ ലെസണ് സോളിഡ് എന്നുള്ള ലെസണിന് എക്സാമിന് മാർച്ചിലെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ പിരമിഡ് വെട്ടിയിട്ട് നിവർത്തി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഈ സൈഡിന്റെ ലെങ്ത് 40 തന്നിട്ടുണ്ട്. അതായത് ബേസ് എഡ്ജ് 40 തന്നിട്ടുണ്ട്. അതായത് എ ആണ് 40. പിന്നെ ഈ ഹൈറ്റ് 25 തന്നിട്ടുണ്ട്. ഇത് 25 തന്നിട്ടുണ്ട്. ഇത് L ആണ്. L is equal to 25. എന്താണ് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിൽ നിന്ന് അപെക്സ് വരെയുള്ള ഡിസ്റ്റൻസ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ L ആണ് 25 തന്നിട്ടുണ്ട്. ഇത് A ആണെന്നും ഇത് L ആണെന്നും തിരിച്ചറിയണം. ക്വസ്റ്റ്യൻ ഇതാണ്, വോളിയം ഓഫ് ദി പിരമിഡ് കാണാനാണ്. സ്ക്വയർ പിരമിഡിന്റെ വോളിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിലെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് 40 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസ് സ്ക്വയർ. അപ്പോൾ ലെങ്ത് ഓഫ് വൺ ബേസ് എഡ്ജ് 40 സെന്റിമീറ്റർ, L 25 സെന്റിമീറ്റർ, A 40 സെന്റിമീറ്റർ, L 25 സെന്റിമീറ്റർ. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദി പിരമിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ പിരമിഡിന്റെ വോളിയം കാണാനുള്ള ഫോർമുല 1/3a²h ആണ്. അപ്പോൾ ഇതിൽ h ഇല്ല, ഹൈറ്റ് ഓഫ് ദി സ്ക്വയർ പിരമിഡ് കാണണം. അപ്പോൾ h എങ്ങനെ കാണാം? h is equal to root of l square minus a/2 whole square is equal to root of h കാണുന്ന ഫോർമുല l square minus a/2 whole square ആണ്. l 25 square minus 40 ന്റെ പകുതി 20 square, 40/2 എത്ര വരും? 20 square വരും, equal to root of 625 minus 400 is equal to root of 15. ഇത് മൈനസ് ചെയ്താൽ 225 വരും. അതിലെ സ്ക്വയർ റൂട്ട് 15 ആണ്. അപ്പോൾ h is equal to 15 സെന്റിമീറ്റർ വരും. ഇനി വോളിയം ഓഫ് ദി സ്ക്വയർ പിരമിഡ് കാണാം. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് വോളിയം is equal to 1/3a² ആണ് is equal to 1/3 into 40 square into h എത്രയാ? h is equal to 15. ഇവിടെ 3 15ൽ 5 ടൈംസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 40 ന്റെ സ്ക്വയർ 4 × 4 16 അല്ലേ? അങ്ങനെ 40 ന്റെ സ്ക്വയർ എളുപ്പത്തിൽ കാണാം. 4 ന്റെ സ്ക്വയർ കാണാം 16, അപ്പോൾ 2 0 ചേർക്കാം ഇൻറ്റു 5 ഈക്വൽ ടു എത്രയാ? 16 × 5 80. ഇതാണ് ആൻസർ. വോളിയം ഓഫ് ദി സ്ക്വയർ പിരമിഡ് കാണാനുള്ള ഫോർമുലയാണ് 1/3a²h. h കാരണം ഇവിടെ കൊടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് A ആണെന്ന് തിരിച്ചറിയണം, ഇത് L ആണെന്ന് തിരിച്ചറിയണം. എന്നാലേ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കേട്ടോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇതും കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പബ്ലിക് എക്സാം മാർച്ചിൽ 2023 മാർച്ചിലത്തെ ക്വസ്റ്റ്യൻ ആണ്. A solid metallic sphere of radius 6 cm is cut into 2 equal halves. ഒരു മെറ്റാലിക് സ്ഫിയർ രണ്ടാക്കി മുറിക്കുകയാണ്. ഒരു സ്ഫിയറിനെ ഇങ്ങനെ രണ്ടാക്കി മുറിച്ചു. 2 സ്ഫിയർ ആക്കി, 2 ഹെവി സ്ഫിയർ ആക്കി മുറിച്ചു. A solid metallic sphere of radius 6 cm. ഇതിന്റെ radius of the sphere is given, that is 6 cm. Radius of the sphere ഇത് 6 തന്നിട്ടുണ്ട്. Cut into 2 equal halves. എന്താ equal halves പറഞ്ഞാൽ ഇങ്ങനെ
ഇങ്ങനത്തെ രണ്ട് ഹെമിസ്ഫിയർ ആക്കി മുറിക്കുകയാണ്, ഈക്വൽ ആയിട്ട് മുറിച്ചിരിക്കുകയാണ്. ഈക്വൽ ഹാഫ്. വാട്ട് ഈസ് ദ സർഫേസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? ഈ ഹെമിസ്ഫിയറിന്റെ ഈ സ്ഫിയറിന്റെ റേഡിയസ് തന്നെയാണ് ഹെമിസ്ഫിയറിന്റെ റേഡിയസ്. റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്, അതായത് ഈക്വൽ ഹാഫ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഹെമിസ്ഫിയറിന്റെ റേഡിയസും 6 സെന്റിമീറ്ററിൽ എടുത്തിട്ട് വേണം കണക്ക് ചെയ്യാൻ. ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ സർഫേസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? അപ്പോൾ ഇതിന്റെ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? 3πr² ആണ് സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? 3πr². ഇതാണ് ഫോർമുല, ബൈ ഹാർട്ട് പഠിക്കണം. ഈക്വൽ ടു 3 × π × 6². റേഡിയസ് 6 ആണ്. ഈസ് ഈക്വൽ ടു 3 × π × 36. എത്ര വരും? ഈ 3ഉം 36 മൾട്ടിപ്ലൈ ചെയ്യാം. 108 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 3πr² ആണ് ഹെമിസ്ഫിയറിന്റെ TSA കാണാൻ സർഫേസ് ഏരിയ കാണാൻ. TSA പറഞ്ഞാൽ സർഫേസ് ഏരിയ പറഞ്ഞാൽ TSA തന്നെ. TSA കാണാൻ ഫോർമുലയാണ് 3πr². അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദീസ് ഹെമിസ്ഫിയർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻടു മേക്ക് എ കോൺ ഓഫ് സെയിം റേഡിയസ്. അപ്പോൾ ഇതിൽ രണ്ട് ഹെമിസ്ഫിയർ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഇതിന്റെ റേഡിയസ് 6 ആണ്. ഈ ഹെമിസ്ഫിയർ മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? വൺ ഓഫ് ദീസ് ഹെമിസ്ഫിയർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ടു മേക്ക് എ കോൺ ഓഫ് ദി സെയിം റേഡിയസ്. അതേ റേഡിയസ് ഉള്ള ഒരു കോണ്, ഈ കോണിന്റെ റേഡിയസ് 6 തന്നെയാണ്. അതേ റേഡിയസ് ഉള്ള ഒരു കോണ് ഉണ്ടാക്കുന്നു എങ്കിൽ ഈ കോണിന്റെ ഹൈറ്റ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഹെമിസ്ഫിയർ മെൽറ്റ് ചെയ്തിട്ട് ഒരു കോൺ ഉണ്ടാക്കാണ്. സെയിം റേഡിയസ് പറയണ്ട, ഈ ഹെമിസ്ഫിയറിന്റെ അതേ റേഡിയസ് ആണ് കോണിന്റെ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഇത് അങ്ങനെ ഉരുക്കിയിട്ട് ഒരു കോൺ ഉണ്ടാക്കാണ്. അപ്പോൾ വോളിയം ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി ഹെമിസ്ഫിയർ എന്ന് എഴുതിയാൽ എന്ത് കിട്ടും? ഹൈറ്റ് ഓഫ് ദി കോൺ കിട്ടും. നമുക്ക് വോളിയം ഓഫ് കോൺ volume of cone is equal to volume of cone is equal to volume of hemisphere. മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ എഴുതാൻ കാരണം ഈ ഹെമിസ്ഫിയർ അങ്ങനെ ഒരുക്കിയിട്ടൊന്നും പുറത്ത് കളയുന്നൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ വോളിയം ഇതിന് ഈക്വൽ ആയിരിക്കും. ഇത് മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതേ റേഡിയസ് 6 സെന്റിമീറ്റർ ആയ ഒരു കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ കോണിന്റെ ഹൈറ്റ് എന്താണെന്ന് ചോദ്യം. അതുകൊണ്ടാണ് വോളിയം ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് എഴുതാൻ കാരണം. വോളിയം ഓഫ് ദ കോൺ കാണുന്ന ഫോർമുല എന്താ? 1/3 πr² ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഹെമിസ്ഫിയർ. വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്താ? 2/3. ഹെമിസ്ഫിയറിന്റെ വോളിയം ആണുള്ള ഫോർമുല 2/3 πr³ ആണ്. അപ്പോൾ ഇത് വരും 1/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ്. രണ്ടിന്റെ റേഡിയസ് 6 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റേഡിയസിന് 6 കൊടുക്കുക. 6² ഇൻറ്റു h. ഈ h ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ h കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു പൈ ഇൻറ്റു 6³ റേഡിയസ് 6 എന്ന് കൊടുക്കുക. ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? അല്ലെങ്കിൽ ഇത് എഴുതിയതിനു ശേഷം ക്യാൻസൽ ചെയ്യാം. 1/3 ഇൻറ്റു പൈ ഇൻറ്റു 6 ഇൻറ്റു h ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 6 ഇൻറ്റു ഈ 6² 6 ഇൻറ്റു 6 എഴുതി. h ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6. ഈ 6³ 6 3 6 ആയിട്ട് എഴുതാം. ഇനി രണ്ട് സൈഡിലും
കോമൺ ആയിട്ട് വരുന്നത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 1/3 ക്യാൻസൽ ചെയ്യാം, 5 ക്യാൻസൽ ചെയ്യാം, 6 ക്യാൻസൽ ചെയ്തു. അപ്പോൾ h ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നുണ്ട്? h ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നുണ്ട്? 2 into 6 12 സെന്റിമീറ്റർ. അപ്പോൾ ഈ ഹെമിസ്ഫിയർ മെൽറ്റ് ചെയ്തിട്ട് അതേ റേഡിയസ് ഉള്ള ഒരു കോൺ ഉണ്ടാക്കി ആ കോണിന്റെ ഹൈറ്റ് 12 സെന്റിമീറ്റർ ആയിരിക്കും. ഇത്രയും 12 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഹെമിസ്ഫിയർ മെൽറ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഹെമിസ്ഫിയർ മെൽറ്റ് ചെയ്തിട്ട് അതേ റേഡിയസ് ഉള്ള ഒരു കോൺ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കോണിന്റെ ഹൈറ്റ് എന്താണ് ചോദ്യം. അപ്പോൾ വോളിയം ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി ഹെമിസ്ഫിയർ എഴുതുക. ബാക്കി വരുന്നത് 2 × 6 12 സെന്റിമീറ്റർ എന്ന്. ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യനുമായി കാണാം. ഓക്കെ, ടാറ്റ.